പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് സമഗ്രയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതിൽ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു 40 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ടോപ്പിക്കൊക്കെ കവർ ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്യുന്നത് എത്ര ഉപകാരപ്പെടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ഡാഷ്. അതായത് എലമെൻറ്റ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും അവിടെ എന്തിൻ്റെ പീരിയോഡിക് ഫങ്ഷൻസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറ്റോമിക് നമ്പർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ 4 ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിലേതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും എണ്ണം ഈക്വൽ ആവുന്നതാണെങ്കിൽ രണ്ട് സൈഡും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും എണ്ണം ഈക്വൽ ആവുന്നതിനാണ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുക. ഈ തന്നിട്ടുള്ളതിൽ ഡി ഓപ്ഷനാണ് ബാലൻസ്ഡ് ആയിട്ടുള്ളത്. 2Mg + O2 gives 2MgO. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, NaCl + AgNO3 gives AgCl + NaNO3. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? അതായത് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഏത് കെമിക്കൽ റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് കോമ്പിനേഷൻ റിയാക്ഷൻ, ബി ഡീകമ്പോസിഷൻ റിയാക്ഷൻ, സി ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് ഡി ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അല്ലേ, എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഏത് റിയാക്ഷൻ ആണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഡി ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. അതായത് 2 കോമ്പൗണ്ട് ഉള്ളതിൽ പരസ്പരം അയോണുകളെ ഷെയർ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനാണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് റിയാക്റ്റൻറ്റിൽ എൻ്റെ കൂടെ ഉള്ളത് Cl ആണ്. അത് പ്രൊഡക്റ്റിൽ എന്തായിട്ട് മാറും? ആ Cl Agൻ്റെ കൂടെ ആവും. അതേപോലെ Agൻ്റെ കൂടെയുള്ള NO3 എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് എൻ്റെ കൂടെ ആവുക. ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ബി ഇറ്റ് ഈസ് എ സോളിഡ് സൊല്യൂഷൻ. സി ദ സോൾവെൻറ്റ് ഇൻ ഇറ്റ് ഈസ് എ സോളിഡ്. ഡി ഇറ്റ് ഈസ് ഓൾവേസ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വെൻ നൈട്രജൻ ഡയോക്സൈഡ് ഡിസോൾവ്സ് ഇൻ റെയിൻ വാട്ടർ ഡാഷ് ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് നൈട്രജൻ ഡയോക്സൈഡ് റെയിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് നൈട്രിക് ആസിഡാണ്, HNO3. ദെൻ നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ആറ്റോമിക് നമ്പർ 13 എന്നും മാസ് നമ്പർ 27 എന്നും തന്നിട്ടുണ്ട്. ജസ്റ്റ് ആ പിക്ചർ ഡ്രോ ചെയ്യുക. ദെൻ 7th ക്വസ്റ്റ്യൻ, Mg ആറ്റോമിക് നമ്പർ 12. അതിൽ എ ഓപ്ഷനായിട്ട് വരുന്നത് റൈറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. അല്ലേ, ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഏതാണ്? നിങ്ങൾക്കറിയാം, സിമ്പിളായിട്ട് 282. ദെൻ ഫൈൻഡ് ദ പീരീഡ് ആൻഡ് ഗ്രൂപ്പ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഇതിൻ്റെ പീരീഡും ഗ്രൂപ്പും കണ്ടെത്താനാണ്. പീരീഡ് 3 ആണ്. അതായത് നമ്പർ ഓഫ് ഷെൽസ് ആണ് എന്ത് പീരീഡ് നമ്പറായിട്ട് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പും 2 ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പും ആയിരിക്കും. ദെൻ 8th ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റഡ്. അതായത് അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും അടങ്ങിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഹീറ്റ് ചെയ്യുക. വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് അതിൽ നിന്ന് ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അമോണിയ ഗ്യാസാണ്. വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. നമുക്കറിയാം, റേറ്റ് ഓഫ് റിയാക്ഷന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ടെമ്പറേച്ചർ. എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ 3 പോയിന്റ് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ ശരിയായിരിക്കും. വെൻ ദ റിയാക്റ്റൻസ് ആർ ഹീറ്റഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്. അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് അറ്റൈൻ ദ ത്രെഷോൾഡ് എനർജി ഇൻക്രീസസ്. അതായത് ത്രെഷോൾഡ് എനർജി അറ്റൈൻ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുക. അല്ലെങ്കിൽ മറ്റൊരു പോയിന്റ് എഴുതിയാലും മതി, ഏത് എഴുതിയാലും കറക്റ്റ് ആൻസറാണ്. ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസസ്. എഫക്റ്റീവ് കൊളീഷൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇത് ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. ദെൻ 9th ക്വസ്റ്റ്യൻ, ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ബോയിലിംഗ് ട്യൂബിനെ ഹീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസേർട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. വാട്ട് ഈസ് ഒബ്സർവേഷൻ.
അതായത് ഒരു എരിയുന്ന ഒരു മാച്ച് സ്റ്റിക്ക് തീപ്പെട്ടിക്കോളി ഇതിൻ്റെ മൗത്ത് പോർഷനിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന്. അവിടെ ഒബ്സർവേഷനായിട്ട് വരുന്നത് മാച്ച് സ്റ്റിക്ക് ബേൺ ബ്രൈറ്റ്ലി, ഈ മാച്ച് സ്റ്റിക്ക് നന്നായിട്ട് കത്തും. ദെൻ വിച്ച് ഗ്യാസ് ഈസ് ഒബ്റ്റെയിൻഡ്, ബി ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഗ്യാസ് ഈസ് ഒബ്റ്റെയിൻഡ്. അതിൻ്റെ ആൻസർ ഓക്സിജൻ ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ എക്സ്പെരിമെൻ്റ് എഴുതാൻ പറയും, അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുകയെന്ന്. അപ്പോൾ ആ മാച്ച് സ്റ്റിക്ക് ബേൺ ബ്രൈറ്റ്ലി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഓക്സിജൻ ആണെന്ന്. ദെൻ 10th question. Write an example for aromatic hydrocarbon. Write its molecular formula. ഒരു aromatic hydrocarbonൻ്റെ എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ബെൻസീൻ അല്ലെങ്കിൽ നാഫ്തലീൻ, ഇത് രണ്ടാണ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. അതിന് വാട്ട് ഇറ്റ്സ് മോളിക്കുലർ ഫോമുല, അതിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാണ്. ബെൻസീൻ ആണെങ്കിൽ C6H6 ആണ്. ദെൻ 11th question. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് P, Q, R ആർ ഗിവൺ. അതിൽ സിമ്പിൾ റിയൽ അല്ല. പി എന്ന എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 286 ആണ്, Q 281 ആണ്, R 288 ആണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ് എമംഗ് ദീസ്. ഈ തന്നിട്ടുള്ളതിൽ ഏറ്റവും സ്റ്റേബിൾ എലമെൻറ്റ് ഏതാണ്? നമുക്കറിയാം R ആണ്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണെങ്കിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ദെൻ B, വാട്ട് ആർ ദ വാലൻസീസ് ഓഫ് ദി എലമെൻറ്റ്സ് P ആൻഡ് Q. പിൻ്റെയും Qൻ്റെയും വാലൻസി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിയുടെ വാലൻസി 2 ആണ്. അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. നമ്മൾ വാലൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണമല്ല, മറിച്ച് ഒരാറ്റം സ്റ്റേബിൾ ആവാൻ അല്ലെങ്കിൽ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടി ഇനി എത്ര ഇലക്ട്രോണാണ് ആവശ്യം, ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനാണ് വാലൻസി എന്ന് പറയുക. അപ്പോൾ പിൻ്റെ കേസിലാണെങ്കിൽ 286 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. ഇനി 2 ഇലക്ട്രോൺ കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താവും? അതിന് സ്റ്റെബിലിറ്റി കിട്ടും. സോ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഇനി ക്യൂവിൻ്റെ കേസിലാണെങ്കിൽ 281 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവാൻ ഒന്നുകിൽ A ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം, അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ലാസ്റ്റ് 4ൽ താഴെ വരുന്ന എലമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂവിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തായിട്ട് മാറും? 28 ആവും. സോ ദ വാലൻസി ഓഫ് Q ഈസ് 1. ദെൻ C, റൈറ്റ് ദ കെമിക്കൽ ഫോമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് വെൻ P ആൻഡ് Q കമ്പൈൻ. പിയും ക്യൂവും കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ Q2P ആയിരിക്കും അതിൻ്റെ ആൻസർ. ദെൻ 12th question. C plus 4HNO3 gives 2H2O plus CO2 plus 4NO2. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ എ ഓപ്ഷന് ഫൈൻഡ് ഔട്ട് ആൻഡ് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കാർബൺ ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുക. അപ്പോൾ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കേസിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആയിരിക്കും. അതായത് നമുക്കറിയാം എലമെൻ്റൽ സ്റ്റേറ്റിൽ ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. വാട്ട് ഹാപ്പൻ ടു കാർബൺ ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ. കാർബൺ എന്താണ് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? അതിന് ആൻസർ ഓക്സിഡേഷൻ ആണ്. അതായത് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് +4 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ C, വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്? HNO3 ആണ്. അതായത് ഒരു എലമെൻറ്റിനെ ഓക്സിഡേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാർബണിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ആരാ? തൊട്ടടുത്തുള്ള HNO3 ആയിരിക്കും. ദെൻ 13th question. റൈറ്റ് ദി ആൻസർ ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഓൺ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ് ഇൻ ദ ലബോറട്ടറി. അതായത് ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എ ഓപ്ഷനായിട്ട് വരുന്നത് വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ ഗ്യാസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊക്കെ കെമിക്കൽസാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ റിയാക്റ്റൻസ് ആണ് അവിടെ വേണ്ടതെന്ന്? KMnO4 ആൻഡ് HCl. ദെൻ B, ക്ലോറിൻ ഗ്യാസ് ഇസ് കളക്റ്റഡ് ബൈ പാസിങ് ഇറ്റ് ത്രൂ വാട്ടർ. വൈ? അതായത് ക്ലോറിൻ ഗ്യാസ് കണക്ട് ചെയ്യുന്നതല്ലേ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വാട്ടറിലൂടെയും സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ക്ലോറിൻ ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വാട്ടറിലൂടെ പാസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ടു റിമൂവ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫ്രം ക്ലോറിൻ ഗ്യാസ്. അതായത് നമുക്കറിയാം ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടെ ഉണ്ടാവും, ഗ്യാസും കൂടെ പുറത്തേക്ക് വരും. ആ ഹൈഡ്രജൻ ക്ലോറൈഡിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാട്ടറിലൂടെ കടത്തി വരുന്നത്. കാരണം അത് വാട്ടറിൽ ഡിസോൾവ് ആകുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. ദെൻ
ക്ലോറിൻ ഗ്യാസ് ഇസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. വൈ? എന്തിനു വേണ്ടിയാണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലൂടെ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്നത്? അതിന് ആൻസറായിട്ട് വരുന്നത് ടു റിമൂവ് വേപ്പർ ഫ്രം ക്ലോറിൻ ഗ്യാസ്. അതായത് അതിലടങ്ങിയിട്ടുള്ള വാട്ടർ വേപ്പറിനെ, കെമിക്കലി കമ്പൈൻ ചെയ്തിരിക്കുന്ന വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവാർക്കുണ്ട്? സൾഫ്യൂരിക് ആസിഡിനുണ്ട്. അതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു വാട്ടർ വേപ്പറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ഇതേപോലെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ഏരിയയാണ് ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷന്, അതുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽ ഇക്വേഷൻ, ദെൻ ഈ രണ്ട് ക്വസ്റ്റ്യനും എന്തിനാണ് വാട്ടറിലൂടെ കടത്തിവിടുന്നത്, അതേപോലെ സൾഫ്യൂരിക് ആസിഡിലൂടെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് വാട്ടറിനെ റിമൂവ് ചെയ്യാൻ എന്തിലൂടെയാണ് കടത്തിവിടുന്നതെന്നും ചോദിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഒരു ആൻസറായി വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏരിയ നല്ലപോലെ പഠിക്കുക. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ആ വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അടക്കം പറഞ്ഞിട്ടാണ് ആ ഏരിയ ഏതൊക്കെ ഏരിയയിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയാണ് നിങ്ങൾ നല്ലപോലെ നോക്കേണ്ടതെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഓക്കെ. ദെൻ 14th ക്വസ്റ്റ്യൻ. ഇഫ് 10 gram ഓഫ് കോമൺ സാൾട്ട് ഡിസോൾഡ് ഇൻ 90 gram വാട്ടർ, കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മാസ് പെർസെൻറ്റേജ്. അതായത് മാസ് പെർസെൻറ്റേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മാസ് ഓഫ് സൊല്യൂട്ട് 10 gram ആണ്, മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 gram ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻ്റ് ആണ് കുട്ടികളൊക്കെ എഴുതി പോവുക. കാരണം ശ്രദ്ധിക്കണം, മാസ് ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം, സോൾവെൻറ്റും സൊല്യൂട്ടും ആഡ് ചെയ്താലേ നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 90 + 10 ദാറ്റ്സ് ഈക്വൽ ടു 100 ആയിരിക്കും സൊല്യൂഷൻ്റെ മാസ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മാസ് ഓഫ് സൊല്യൂട്ട് 10 gram, സോ 10/100 × 100 ആണ്. അപ്പോൾ അതിന് ആൻസറായിട്ട് വരിക 10% ആയിരിക്കും. ദെൻ 15th ക്വസ്റ്റ്യൻ. ഹൗ ഈസ് കോൾ ഫോംഡ് ഇൻ നാച്ചുർ? എങ്ങനെയാണ് പ്രകൃതിയിൽ കോൾ ഫോം ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്കറിയാം, കോൾ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് കാർബണൈസേഷൻ ഓഫ് പ്ലാന്റ് റിമെയിൻസ് ദാറ്റ് ലൈ ബറീഡ് ഇൻ ദ സോയിൽ ഫോർ ഇയേഴ്സ്. അല്ലേ? അതായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്ക് അടിയിലായിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആനിമൽ റിമെയിൻസ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നാണ് പെട്രോളിയം പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. കോൾ ആണെങ്കിൽ പ്ലാന്റ് റിമെയിൻസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 uses ഓഫ് കോൾ. കോളിൻ്റെ 2 uses എഴുതാനാണ് പറയുന്നത്. യൂസ് ഡൊമസ്റ്റിക് ആസ് ഓർ ഇൻഡസ്ട്രിയൽ ഫ്യൂൽ. ഡൊമസ്റ്റിക് ഫ്യൂലായിട്ടും ഇൻഡസ്ട്രിയൽ ഫ്യൂലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നു. യൂസ് ഫോർ ദി മാനുഫാക്ചർ ഓഫ് കോക്ക്, കോൾ ടാർ ആൻഡ് കോൾ ഗ്യാസ്. കോൾ ടാറിൻ്റെയും കോൾ ഗ്യാസിൻ്റെയും ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ 16th ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ടേബിളാണ് തന്നിട്ടുള്ളത്. ദ സോല്യൂബിലിറ്റീസ് ഓഫ് സെർട്ടൻ സാൾട്ട് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർഡ് ഇൻ 100 gram വാട്ടർ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ഈസ് ടാബുലേറ്റഡ് ബിലോ. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ സൊല്യൂട്ട് ഏതൊക്കെയാണ് പറയുന്നത്, ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലും സോല്യൂബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് സാൾട്ട് ഷോസ് ദ മാക്സിമം സോല്യൂബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ? ലോ ടെമ്പറേച്ചറിൽ മാക്സിമം സോല്യൂബിലിറ്റി കാണിക്കുന്ന സാൾട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, സോഡിയം ക്ലോറൈഡ് ആണ്. ദെൻ ബി. ഹൗ ഡസ് സോല്യൂബിലിറ്റി ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? നമുക്കറിയാം, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് സോല്യൂബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സോല്യൂബിലിറ്റിയും കൂടും. ദെൻ സി. വാട്ട് ഈസ് ദി എമൗണ്ട് ഓഫ് സൊല്യൂട്ട് റിക്വയർഡ് ടു പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം നൈട്രേറ്റ് ഇൻ 50 gram വാട്ടർ അറ്റ് 40 degree Celsius? അതായത് എത്ര എമൗണ്ട് സൊല്യൂട്ടാണ് സാച്ചുറേറ്റഡ്, ഒരു പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഒരു 50 gram സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഗ്രാമാണ്, എത്ര എമൗണ്ട് സൊല്യൂട്ടാണ് ആവശ്യമുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ വരുന്നത് 31 gram ആയിരിക്കും. അതായത് 100 ഗ്രാമിൽ പൊട്ടാസ്യം നൈട്രേറ്റ് 40 degree Celsius 62 ആണ് വരുന്നത്, സോല്യൂബിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 50 ഗ്രാമിലാണെങ്കിൽ എൻ്റെ പകുതി എടുത്താൽ മതിയല്ലോ, 31 ആയിരിക്കും. ദെൻ ഡി. വിച്ച് സാൾട്ട് ഗിവൺ ഇൻ ദ ടേബിൾ ഡസ് നോട്ട് ഷോ മച്ച് ഡിഫറൻസ് ഇൻ സോല്യൂബിലിറ്റി വിത്ത് വാരിങ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സോല്യൂബിലിറ്റിയിൽ വലിയ വ്യത്യാസം കാണിക്കാത്ത സാൾട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. സോഡിയം ക്ലോറൈഡ്. ദെൻ 17th ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 4 ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ? കാർബണിൻ്റെ 4 ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഏതൊക്കെയാണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ ആൻഡ് ഗ്രഫീൻ. ദെൻ ബി. വിച്ച് ആർ ദ ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് അലോട്രോപ്സ് ഓഫ് കാർബൺ? ഈ തന്നിട്ടുള്ളതിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ടുള്ള കാർബണിൻ്റെ അലോട്രോപ്സ് ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റും ഗ്രഫീനും. ദെൻ സി. വിച്ച് അലോട്രോപ്സ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻറ്റ്?
ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? അലോട്രോപ്പാണ്, ഗ്രാഫൈറ്റ് ആണ്. ദെൻ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതേപോലെ എല്ലാ പ്രോപ്പർട്ടിയും എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പ്രീവിയസ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. റൈറ്റ് 2 അഡ്വാൻറ്റേജസ് ആൻഡ് 2 ലിമിറ്റേഷൻസ് ഓഫ് യൂസിങ് ഹൈഡ്രജൻ ആസ് എ ഫ്യൂൽ. ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, വെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂൽ ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഈസ് വെരി ലോ സിൻസ് വാട്ടർ ഈസ് എ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. അതായത് ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷൻ വളരെ കുറവാണ്. കാരണം അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നത് വാട്ടർ മാത്രമായിരിക്കും. ദെൻ സെക്കൻഡ്, ഹൈ കലോറിഫിക് വാല്യൂ. ഹൈഡ്രജന് കലോറിഫിക് വാല്യൂ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യനാണ് ഇതേപോലെ ഹൈഡ്രജൻ ഗ്യാസിൻ്റേത്. ഇതാണ് അതിൻ്റെ ലിമിറ്റേഷനായിട്ട് വരുന്നത്. ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ. അല്ലേ, ഒരു സ്ഫോടനത്തോടു കൂടി കത്തുന്ന ഒരു ഗ്യാസാണ് ഹൈഡ്രജൻ. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാത്തത്. ദെൻ 19th ക്വസ്റ്റ്യൻ. മോളിക്കുലർ ഫോമുല ഓഫ് സം ഹൈഡ്രോ കാർബൺസ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഹൈഡ്രോ കാർബൺസിൻ്റെ മോളിക്കുലർ ഫോമുല തന്നിട്ടുണ്ട്. C3H8, C4H8, C4H10 ആൻഡ് C3H6. വിച്ച് എമംഗ് ദീസ് ആർ ആൽക്കീൻസ്. ഈ തന്നിട്ടുള്ളതിൽ ആൽക്കൈൻസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ ഇതിൻ്റെ ജനറൽ ഫോമുല കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ ജനറൽ ഫോമുല അറിയാമെങ്കിൽ നമുക്കത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആൽക്കൈനാണോ ആൽക്കീനാണോ എന്ന് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം. അത് എ ഓപ്ഷനായിട്ട് വരുന്നതിൻ്റെ ആൻസർ C3H8ഉം C4H10ഉം ആണ് ഇതിൽ വരുന്നത്, ആൽക്കൈൻ വിഭാഗത്തിൽ വരുന്നത്. അതായത് CnH2n+2 എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് ഒരു ജനറൽ ഫോമുലയിൽ വരുന്നത്. ദെൻ ബി, വാട്ട് ഈസ് ദ ജനറൽ ഫോമുല ഓഫ് ആൽക്കീൻ. ആൽക്കീനിൻ്റെ ജനറൽ ഫോമുല ഏതാണ്? CnH2n ആണ്. ദെൻ സി, റൈറ്റ് ദ മോളിക്കുലർ ഫോമുല ഓഫ് ആൽക്കൈൻ ഹാവിങ് 4 കാർബൺ ആറ്റം. 4 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ഒരു ആൽക്കൈനിൻ്റെ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോമുല എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആൽക്കൈനിൻ്റെ ജനറൽ ഫോമുല CnH2n-2 ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ C4H6 ആയിരിക്കും. ദെൻ ഡി, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ആൽക്കൈൻ. അങ്ങനെ കിട്ടിയിട്ടുള്ള ആൽക്കൈനിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്, ബ്യൂട്ടൈൻ ആണ്. ദെൻ 20th ക്വസ്റ്റ്യൻ. എ സൈക്ലിക് ഹൈഡ്രോകാർബൺ ഹാസ് എ മോളിക്കുലർ ഫോമുല C6H12. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ സൈക്ലിക് ഹൈഡ്രോകാർബൺ ഉണ്ട്, അതിൻ്റെ മോളിക്കുലർ ഫോമുല C6H12 ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈക്ലിക് സ്ട്രക്ചറാണ് വരയ്ക്കേണ്ടത്. ദെൻ ബി, റൈറ്റ് ദ കണ്ടൻസ് ഫോമുല ഓഫ് ദി ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ഹാവിങ് ദ സെയിം മോളിക്കുലർ ഫോമുല. ഇതേ മോളിക്കുലർ ഫോമുല വരുന്ന ഒരു ഹൈഡ്രോകാർബണിൻ്റെ, അത് ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺ ആണ്, അതിൻ്റെ കണ്ടൻസ് ഫോമുല എഴുതാനാണ് പറഞ്ഞത്. സോ അതിൻ്റെ ആൻസർ CH2 ഡബിൾ ബോണ്ട് CH, CH2, 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 CH3. ഗിവ് ദ നെയിം ഓഫ് ദീസ് 2 കോമ്പൗണ്ട്. അപ്പോൾ 2 കോമ്പൗണ്ടിൻ്റെയും പേര് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിൻ്റെ പേര് സൈക്ലോഹെക്സൈൻ എന്നാണ്, സെക്കൻഡ് കോമ്പൗണ്ടിൻ്റെ പേര് ഹെക്സീൻ എന്നാണ്. അപ്പോൾ ഇതൊരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ടോപ്പിക്കൊക്കെ കവർ ചെയ്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കൂടെ ഉണ്ട്, അതും പ്രീവിയസ് ഇയേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ദയവേത് ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. ഓക്കെ, താങ്ക് യു.